നീരാവിൽ പാടിടാം, നീരാവിൽ കൂടിടാം, സ്വർഗീയനാഥനെ വാഴ്ത്തിടാം. ആനന്ദരാവിതാ, ആവേശരാവിതാ, ആമോദാലൊന്നായി പാടിടാം. പൂവേ നീ വിടന്നൊഴി വഴിയിൽ ഇടയന്റെ സംഗീതം കേട്ടോ കേട്ടോ. നീഹാരമേ നീ വരുന്നൊഴി വഴിയിൽ രക്ഷകൻ പുൽക്കൂട് കണ്ടോ കണ്ടോ. ചിതറിയിടും മാനത്ത് മത്താപ്പ് കത്തും പോലൊരു നക്ഷത്രം. ദൂരെയാ പുൽക്കൂട്ടിൽ രാക്കുയിലിൻ താരാട്ടിൽ വിളികൂട്ടിയുറങ്ങൂ വിണ്ണിൻ നക്ഷത്രം. തിരിയോ തിരിപൂത്തി ചിതറിയിടും മാനത്ത് മത്താപ്പ് കത്തും പോലൊരു നക്ഷത്രം. കൃപയോ കൃപവരമായി കുറവെല്ലാം പോക്കും വൻകൃപവരമായി. നിറയോ നിറനിറമായി കൃപയോ കൃപവരമായി കുറവെല്ലാം പോക്കും വൻകൃപവരമായി. ഒന്നായി നാം പോയിടാം, ഗോശാലെ ചേർന്നിടാം. ഒന്നായി നാം പോയിടാം, ഗോശാലെ ചേർന്നിടാം. നിറവരമരുളും തിരുമനസുതനെ അണിയായി ചേർന്നിടാം. തിരിയോ തിരിപൂത്തി ചിതറിയിടും മാനത്ത് മത്താപ്പ് കത്തും പോലൊരു നക്ഷത്രം. ദൂരെയാ പുൽക്കൂട്ടിൽ രാക്കുയിലിൻ താരാട്ടിൽ വിളികൂട്ടിയുറങ്ങൂ വിണ്ണിൻ നക്ഷത്രം. ഒഴുകാമൊരു
ചിതറിയിടും മാനത്ത് മത്താപ്പു കത്തും പോലൊരു നക്ഷത്രം. ദൂരെയാ പുൽക്കൂട്ടിൽ രാക്കുയിലിൻ താരാട്ടിൽ പിടികൂട്ടിയുറങ്ങൂ വിണ്ണിൻ നക്ഷത്രം. തിരിയോ തിരിപൂത്തിരി ചിതറിയിടും മാനത്ത് മത്താപ്പു കത്തും പോലൊരു നക്ഷത്രം.
ചേരും സ്വർഗീയ നിമിഷമിതാ. ലോകം മുഴുവനും ആനന്ദത്തോടെ ചേരുന്ന സുദിനമിതാ. ഇനി ഭീതി വേണ്ട, ശാന്തിയേകാൻ നാഥനിതാ വരവായി. മനസ്സിന്റെ ഇരുളുകൾ നീക്കുവാനായി ഇമ്മാനുവേൽ ജാതനായി. ബേത്ലഹേമിലെ പൊൻതാരകം കൺതുറന്നു കാത്തിരിക്കുന്നു. മാലാഖമാർ ആമോദരാൽ കീർത്തനങ്ങൾ ഏറ്റുപാടുന്നു. പിറന്നൊരിരാവിൽ വിണ്ണിൽ മാലാഖമാർ വാഴ്ത്തിപ്പാടി. ദേവാധിദേവനെ കണ്ടു മൂന്നു രാജാക്കൾ കാഴ്ചയുമേകി. നക്ഷത്രങ്ങളോ വാനിൽ മിന്നിത്തിളങ്ങി. ദേവദൂതന്മാർ ഗ്ലോറിയ പാടി. പിറന്നൊരിരാവിൽ വിണ്ണിൽ മാലാഖമാർ വാഴ്ത്തിപ്പാടി. ദേവാധിദേവനെ കണ്ടു മൂന്ന് രാജാക്കൾ കാഴ്ചയുമേകി. ഇടയരാനന്ദത്താൽ പാടി. പാരിലെങ്ങും സന്തോഷത്തിൻ ഘോഷം. ബേത്ലഹേമിൽ പുൽക്കൂട്ടിനുള്ളിൽ ശോഭയോടെ പുഞ്ചിരിച്ചു പൈതൽ. ലോകനന്മയ്ക്കായി നാഥൻ പിറന്നു. സ്തുതി ചൊല്ലിടാം ദൈവസുതനായും യേശു പിറന്നൊരിരാവിൽ വിണ്ണിൽ മാലാഖമാർ വാഴ്ത്തിപ്പാടി. ദേവാധിദേവനെ കണ്ടു മൂന്നു രാജാക്കൾ കാഴ്ചയുമേകി.
നാഥൻ പുൽക്കൂട്ടിൽ പിറന്നു. ലോകത്തിൻ നന്മകളേകാൻ മനുഷ്യനായി നാഥൻ ഭൂജാതനായി മാനവർക്ക് രക്ഷയേകാൻ ലോക നന്മയ്ക്കായി നാഥൻ പിറന്നു. സ്തുതി ചൊല്ലിടാം ദൈവസുതനായുണ്ണി യേശു പിറന്നോരീ രാവിൽ. വിണ്ണിൽ മാലാഖമാർ വാഴ്ത്തിപ്പാടി ദേവാദിദേവനെ കണ്ടു. മൂന്ന് രാജാക്കൾ കാഴ്ചയുമേകി. നക്ഷത്രങ്ങളും വാനിൽ മിന്നിത്തിളങ്ങി. ദൈവദൂതന്മാർ ഗ്ലോറിയ പാടി. ഉണ്ണി യേശു പിറന്നോരീ രാവിൽ. വിണ്ണിൽ മാലാഖമാർ വാഴ്ത്തിപ്പാടി ദേവാദിദേവനെ കണ്ടു. മൂന്ന് രാജാക്കൾ കാഴ്ചയുമേകി. കുളിരേറിടുന്ന പുണ്യരാവിൽ ഒരു താരകം തെളിഞ്ഞുവാനിതിൽ. കുളിരേറിടുന്ന പുണ്യരാവിൽ അജപാലക ആ പുൽക്കൂട്ടിൽ വന്നിതാ. പ്രിയനാഥനെ വണങ്ങി നിന്നു
കണ്ടിടാം ആ പുൽക്കൂട്ടിൽ നാഥനെ. ആ പാടാം ദൂതരൊപ്പം നവ്യഗാനം. നാം കണ്ടിടാം ആ പുൽക്കൂട്ടിൽ നാഥനെ. പാടിടാം നീരാവിൽ കൂടിടാം സ്വർഗീയനാഥനെ വാഴ്ത്തിടാം. ആനന്ദരാവിത ആവേശരാവിത ആമോദാലൊന്നായി പാടിടാം. നീരാവിൽ പാടിടാം നീരാവിൽ കൂടിടാം സ്വർഗീയനാഥനെ വാഴ്ത്തിടാം. ആനന്ദരാവിത ആവേശരാവിത ആമോദാലൊന്നായി പാടിടാം. തപ്പുകൾ കൊട്ടിടം കൈത്താളമേകിടം കാഴ്ചകളേകിടം കണ്ണുവടങ്ങിടം വന്നു പിറന്നിട സത്പുത്രനായ കന്യകമേരിതൻ. തപ്പുകൾ കൊട്ടിടം കൈത്താളമേകിടം കാഴ്ചകളേകിടം കണ്ണുവടങ്ങിടം വന്നു പിറന്നിട സത്പുത്രനായ കന്യകമേരിതൻ. നീരാവിൽ പാടിടാം നീരാവിൽ കൂടിടാം സ്വർഗീയനാഥനെ വാഴ്ത്തിടാം. ആനന്ദരാവിത ആവേശരാവിത ആമോദാലൊന്നായി പാടിടാം. പാടിടാം പാടിടാം കൂടിടാം ചേർന്നിടാം ആമോദാലാർത്തിടാം മണ്ണിടെ വന്നവനായി. പാടിടാം പാടിടാം കൂടിടാം ചേർന്നിടാം ആമോദാലാർത്തിടാം മണ്ണിടെ വന്നവനായി. തപ്പുകൾ കൊട്ടിടാം കൈത്താളമേകിടം കാഴ്ചകളേകിടം കണ്ടു വണങ്ങിടം വന്നു പിറന്നിട സത്പുത്രനായ കന്യകമേരിതൻ. തപ്പുകൾ കൊട്ടിടാം കൈത്താളമേകിടം കാഴ്ചകളേകിടം കണ്ടു വണങ്ങിടം വന്നു പിറന്നിട സത്പുത്രനായ കന്യകമേരിതൻ.
ഈ പാരിടത്തിൽ മന്നവൻ നിൻ രാജ്യമതിൽ എന്നെന്നും ഞങ്ങളെ ചേർപ്പതിനാ പൊൻപുലരിയായി വന്നിതാ ഈ പാരിടത്തിൽ മന്നവൻ നിൻ രാജമതിൽ എന്നെന്നും ഞങ്ങളെ ചേർപ്പതിനാ ആടിടാം പാടിടാം കൂടിടാം ചേർന്നിടാം ആമോദാലാത്തിടാം മണ്ണിടെ വന്നവനാ ആടിടാം പാടിടാം കൂടിടാം ചേർന്നിടാം ആമോദാലാത്തിടാം മണ്ണിടെ വന്നവനാ നീരാവിൽ പാടിടാം നീരാവിൽ കൂടിടാം സ്വർഗീയനാഥനെ വാഴ്ത്തിടാം ആനന്ദരാവിത ആവേശരാവിത ആമോദലൊന്നായി പാടിടാം
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇത് ക്രിസ്മസ് രാവുകളുടെ നാട്. ലോകം യേശുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ഒരു സമയം. മാനവരാശി തണുപ്പ് ഉള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവഹിതപ്രകാരം തണുപ്പിലേക്ക് വന്ന യേശുവിനെ, പൈതലിനെ സ്വീകരിക്കുവാനായി ഈ കാലയളവിൽ നാം തയ്യാറാകുന്നു. വിശുദ്ധ വേദപുസ്തകം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചു. 2 പോയിന്റുകളാണ് ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒന്ന്, കാലസമ്പൂർണതയ്ക്ക് മുൻപേ ദൈവം നിയോഗിച്ച ഒരു സംഭവം. 2, ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റിയ ഒരു സംഭവം എന്നുള്ളതാകുന്നു. കർത്താവായ യേശുക്രിസ്തു ബേത്ലഹേം പുൽക്കൂട്ടിൽ ജനിക്കും എന്നുള്ളത് വേദപുസ്തകത്തിൽ അനേകം പ്രാവശ്യം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തു എവിടെ ജനിക്കും എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല പ്രാവശ്യം പഴയ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മീഖ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നുവെങ്കിലും ഇസ്രയേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് വേണ്ടി അവിടെ ഉത്ഭവിക്കും എന്ന് നാം വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിക്കും എന്നുള്ളതിന് പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന്. കന്യക മറിയാമിൽ ജനിക്കും എന്നുള്ളതിന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന്. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന വ്യക്തിത്വമാണ് ക്രിസ്തുവിന് ഉള്ളത് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. യെശയ്യാവ് 11:2 വായിക്കുന്നത്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി പറയാനുള്ളത്, ക്രിസ്തുവിൻ്റെ ജനനം കാലസമ്പൂർണതകൾക്ക് മുൻപ് തന്നെ വേദപുസ്തകത്തിൽ വ്യക്തമാക്കിയിരുന്നത് പോലെ ലോകം അതിനുവേണ്ടി ഒരുക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. യാത്രാ മാധ്യമങ്ങൾ ലോക സാമ്രാജ്യമായ റോമിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവന്നു. കപ്പൽ മാർഗവും റോഡ് മാർഗവുമുള്ള എല്ലാ വഴികളും റോമിലൂടെ പോകത്തക്ക രീതിയിൽ അന്ന് ഉണ്ടാക്കപ്പെട്ടു. മറ്റൊന്ന്, റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ മതപരമായ വലിയ ഒരു രൂപാന്തരം യഹൂദന്മാർ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. റോമാ സാമ്രാജ്യത്തിന് കീഴിലുള്ള യഹൂദന്മാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് അന്ന് യഹൂദ മതം പ്രത്യേകം ശ്രദ്ധ ചെലുത്തി എന്നുള്ളത് വ്യക്തം തന്നെ. റോമാക്കാരും ഗ്രീക്കുകാരും യഹൂദന്മാരും ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സാഹചര്യത്തിലാണ് യഹൂദിയിലെ ബേത്ലഹേമിൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രാത്രിയിൽ ആട്ടിൻകൂട്ടത്തോടൊപ്പമായിരുന്ന ആട്ടിടയർ ഈ സന്ദേശമറിഞ്ഞ് ക്രിസ്തുവിനെ കാണുവാനായിട്ട് എത്തുന്നു. കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ നക്ഷത്രത്തെ നോക്കി ക്രിസ്തുവിനെ കാണുവാനായിട്ട് എത്തുന്നതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. വിദ്വാൻമാരും ആട്ടിടയരും ബേത്ലഹേമിലെ പുൽക്കൂട്ടിലെത്തി ക്രിസ്തുവിനെ വണങ്ങുന്നു. പൊന്ന്, മൂര്, കുന്തിരുക്കം എന്നിവ കാഴ്ചവെക്കുന്നു. ഇവിടെ മഞ്ഞ് കുളിരുന്ന ആ രാത്രിയിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് ഇറക്കുന്ന നിമിഷം ഒരുക്കപ്പെടുകയാണ്. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, മറിയ സകലതും തൻ്റെ ഹൃദയത്തിൽ ഗ്രഹിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും അവരവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി ഓടുന്നവരോടും
ക്രിസ്തീയ സമൂഹത്തിൻ്റെ സാക്ഷികളാകുന്നതിലുപരി ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ മനസ്സിലാക്കി ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളെ, യേശുവിൻ്റെ വഴികളെ മനസ്സിലാക്കി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് നമുക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് നാവിൽ ചേർന്ന് പറയുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.